ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ബുക്ക് ചട്ടേൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ദേ ചട്ടകളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം 10 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ബാക്കി വന്നു. അപ്പം ഞാനതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഭാഗം എനിക്കിഷ്ടമല്ല. അപ്പോൾ ബുക്കിൻ്റെ ബാക്കിൽ ആ സ്റ്റിക്കർ ഭാഗം വന്നപ്പോൾ നമ്മൾ ചട്ട ഇട്ടതിന് ശേഷം വെട്ടിയ കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്ത് അതിൻ്റെ മേലെ എടുത്ത് ഒട്ടിച്ചു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് ഇത്രയും നോട്ട് ബുക്ക് ചട്ടിടാനുണ്ട്. പിന്നെ നെയിം സ്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ, പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ടെക്സ്റ്റും കുറച്ച് നോട്ടൊക്കെ ഇതേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്സ് നോട്ടാട്ടോ. മാത്സ് നോട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയുള്ളൂ. എനിക്കെപ്പോഴും 2 നോട്ടാണ് വേണ്ടി വരിക. 8ാം ക്ലാസ്സായി, ഇപ്പോൾ കുറേ ഉണ്ടാവും. പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങാൻ നിന്നില്ല. പിന്നെ മറ്റുള്ള നോട്ട്സൊക്കെ എക്സ്ട്രാ വാങ്ങി. മാത്സ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 4 നോട്ട് ബുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ടോട്ടൽ 19 നോട്ട് ബുക്സ് അങ്ങോട്ടാ ഞാൻ വാങ്ങിയിട്ടുണ്ടായി. അതിൽ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ എക്സ്ട്രാ ബുക്കുകളൊന്നും വാങ്ങാറില്ല. ഇപ്രാവശ്യം എന്തായാലും വലിയ ക്ലാസ്സിലോട്ടൊക്കെയല്ലേ ഇനി കയറും തോറും പോണത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ഇരുന്നോട്ടെ, എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ടെക്സ്റ്റും കുറച്ച് നോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ചട്ടിടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റാണ്. പിന്നെ മലയാളം ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി ചട്ടിടൽ അമ്മാമ്മയാണ് കേട്ടോ ചട്ടിയിട്ട് തരുന്നത്. ഞാൻ ടാപ്പ് എടുത്ത് ഒട്ടിക്കും, നെയിം സ്ലിപ്പ് ഒട്ടിക്കും. പിന്നെ ഞാൻ മറ്റേ സ്റ്റാപ്ലർ അല്ല കേട്ടോ ചെയ്യാറ്. ഞാൻ LKG മുതലേ ടാപ്പാണ്. പിന്നെ ചട്ടി ഓറഞ്ചാണ് LKG മുതലേ. അപ്പോൾ ഇത് രണ്ടായിരുന്നു ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി. പിന്നെ പേരെഴുതൽ, സബ്ജക്റ്റിൻ്റെ ഇതൊക്കെ ഇല്ലേ, അത് ചട്ടിടുന്നത് അമ്മാമ്മ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ നെയിം സ്ലിപ്പിൻ്റെ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പ്ലെയിനിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ ചില ക്യാരക്ടേഴ്സിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഉള്ളതിൽ എനിക്ക് അവിടെ വെച്ച് ഇഷ്ടമായത് ഈ ഒരു ഇതാണ്. ഇപ്രാവശ്യം കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇടുമെന്ന് തോന്നുന്നുണ്ട്. ഇട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 2 തീം വാങ്ങി. ഒന്ന് പ്രിൻസസിൻ്റെയും പിന്നെ സാൻറിയോൻ്റെ രണ്ടെണ്ണം വാങ്ങി. പ്രിൻസസിൻ്റെ ഒരെണ്ണം വാങ്ങി. അത്രേ ആവശ്യമുള്ളൂ. അതിനേക്കാളും കൂടുതൽ വാങ്ങാൻ കാരണം കുറേ നോട്ട് ബുക്ക് വാങ്ങിയോണ്ട് അതുമൂലൊക്കെ ഒന്ന് ഒട്ടിക്കാനാണ്. എല്ലാം ഞാൻ ചട്ടിട്ടു കേട്ടോ. എക്സ്ട്രാ വാങ്ങിയതൊക്കെ ചട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരത്ത് ചട്ടി തപ്പാനും ഒന്നിനും തപ്പാൻ നിൽക്കണ്ടല്ലോ, അതന്നെ വെച്ചാൽ മതി. പിന്നെ ഫയൽസിലൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അത് തന്നെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇത് 2 വെച്ചത് ഒരെണ്ണം. അപ്പോൾ എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ക്രാഫ്റ്റ് സപ്ലൈസസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ചട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നോട്ട് ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ചട്ടിടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും, ഇപ്പോൾ കുട്ടികളായാലും ആർക്കെങ്കിലും സ്വയം ചട്ടിടാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത്തിരി സ്പീഡ് കൂടുതലാണ്, എന്നാലും മനസ്സിലാവും. തൊണ്ട വരണ്ടു ഗൈസ്. ഇനി കുറച്ച് നേരം നമുക്ക് മ്യൂസിക് കേൾക്കാം. അപ്പോൾ ഗൈസ് ചട്ടിട്ട് കഴിഞ്ഞ് എനിക്ക് കൈമാറും. പിന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. സ്റ്റാപ്ലറിന് പകരം ഈ ടാപ്പ് എടുത്ത് ഒട്ടിക്കുക, ക്ലിയർ ടാപ്പിൽ. ഞാൻ LKG മുതൽ ഇതാണ്. അപ്പം ഈ ടാപ്പ് ഒട്ടിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതേ ഒരു ടോട്ടൽ 8 പീസ് എടുക്കും. ഒരു ഭാഗത്ത് 4 പിന്നെ ബാക്കിൽ 4 പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പ് ഒട്ടിക്കും. പേരൊക്കെ എഴുതും. ഇനി ഇതേ മാത്സോ സയൻസോ ടെക്സ്റ്റ് അങ്ങോട്ടാട്ടോ ചട്ടി ഇടുന്നത്. അപ്പോൾ ഗൈസ് ഏകദേശം തീരാറായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്തിട്ടാട്ടോ ഒട്ടിക്കുന്നത്. ഇന്ന ബുക്കിന് ഇന്ന സംഭവം മതി എന്നൊക്കെ എഴുതി. നോട്ട് ബുക്കിന് കൂടുതലും ഞാൻ ആ പ്രിൻസസിൻ്റെയും, ടെക്സ്റ്റ് ബുക്കിന് കൂടുതലും സാൻറിയോടെയാണ്. എന്നാൽ മൊത്തം അങ്ങനെ ആയിട്ടല്ല, കുറച്ച് തിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓരോ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പ്, അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ പുറത്തെല്ലാം എഴുതും. ഞങ്ങളുടെ ഡിവിഷൻ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുതി. പിന്നെ റോൾ നമ്പറൊക്കെ വിട്ടു കേട്ടോ, അറിയില്ലല്ലോ റോൾ നമ്പർ ഏതായിരിക്കും എന്നൊക്കെ.
നെയിം സ്ലിപ്പും ഒട്ടിച്ച് എഴുതിയതിന് ശേഷം അകത്തേക്ക് ബുക്കിൻ്റെ അകത്തുള്ള ആ ഒരു പേജിൽ അവിടെയും കൂടെ എഴുതി കൊടുക്കും. ഇനി എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് സൈഡിൽ ഒട്ടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ഇഷ്ടമാട്ടോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ. അപ്പോൾ ബുക്ക് ചട്ടിട്ടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ബാക്കിയുള്ള ക്ലിപ്പ് ഇന്നലത്തെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക എങ്ങനത്തെ വീഡിയോസ് കാണുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.